വിനോദ്, ഒരു കാര്യം കൂടി, ഈ ഹോർമുസിൽ അവിടെ അമേരിക്കയുടെ ബ്ലോക്ക് ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ ഇറാന്റെ പരിഹാസം ഒരു കപ്പലല്ല 5 കപ്പലുകളാണ് അവിടെ ഇറാന്റേതായി അല്ലെങ്കിൽ ഇറാന്റെ സൗഹൃദമുള്ള കപ്പലുകൾ കടന്നുപോയത് എന്നുള്ളതാണ്. മാത്രമല്ല ചൈനയുടെ കപ്പലും ഹോർമുസ് വഴി കടന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ അമേരിക്കയുടെ നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. എൽദോ, ഇതിൽ ഇപ്പോൾ ഇന്ത്യയുടെ കാര്യമെടുക്കാം. ഇന്ത്യയുടെ കപ്പലുകൾ വന്നാൽ തടയില്ലെന്ന് ഇറാനും അമേരിക്കയും ഒരുപോലെ വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഇന്ത്യയുമായി ഇരു രാജ്യങ്ങളും സൗഹൃദത്തിലാണ്. അതുപോലെ തന്നെയാണ് പാകിസ്ഥാൻ്റെ കാര്യത്തിൽ, മറ്റ് പല രാജ്യങ്ങളുടെയും കാര്യത്തിൽ. ചൈനയുടെ കാര്യത്തിൽ മാത്രമാണ് വ്യത്യസ്തമായൊരു നിലയുള്ളത്. കഴിഞ്ഞ ദിവസം ചൈനയുടെ ഒരു കപ്പൽ ഹോർമുസ് കടന്നു പോയിരുന്നു. പിന്നീട് 2 കപ്പലുകളെ തടയുന്ന സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെ ചൈനയുടെ ഒരു വിശദീകരണം കൂടി വന്നിരുന്നു. ഇത് നിരുത്തരവാദപരമായ ഒരു സമീപനമാണ്, അപകടകരമായ സമീപനമാണ് ഉണ്ടാകുന്നത്. അത് അമേരിക്കയ്ക്ക് നേരെയുള്ള ഒരു മുന്നറിയിപ്പാണ്. അമേരിക്കൻ സേനയാണ് ചൈനീസ് കപ്പലുകളെ തടഞ്ഞത്, അവിടെ ഒരു ഉപരോധം തീർത്തത്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കെതിരെ ചൈന രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ താൽക്കാലികമാണ്. ഇതെല്ലാം ചർച്ചകളിലൂടെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, മുൻപ് അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ ഒമാൻ്റെ മധ്യസ്ഥതയിൽ ആദ്യം ഒരു ചർച്ച നടന്ന് ആ ചർച്ചകൾ ഏതാണ്ട് ഫലപ്രദമെന്ന് ഒമാൻ വാർത്താക്കുറിപ്പ് ഇറക്കിയതിന് തൊട്ട് പിന്നാലെയാണ് ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നത്.